എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ളൊരു ഗാർലിക് ചിക്കൻ്റെ നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 300 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ കഷ്ണങ്ങളാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ മൈദയും കോൺഫ്ലോറും ചേർത്തിട്ട് ഇത് പുരട്ടി ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നല്ലൊരു കളറിനും കുറച്ച് എരിവിനും വേണ്ടിയിട്ട് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു, ഒരുപാട് വേണ്ട. ഇനി ഇതൊരു ഗാർലിക് ചിക്കൻ റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർക്കുന്നുണ്ട്. ഗാർലിക് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ചതച്ചത് അല്ലാന്നുണ്ടെങ്കിൽ പേസ്റ്റ് ആക്കിയത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് കുരുമുളക് ഒന്ന് ഫ്രഷ് ആയിട്ടൊന്ന് ക്രഷ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ സോയ സോസാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. സോയ സോസ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ വളരെ കുറച്ച് ചേർത്താൽ മതി. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സോയ സോസിലെ ഉപ്പ് കൊണ്ട് മാത്രം ഇത് റെഡിയാവില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് പുരട്ടി വെക്കണം. നമ്മൾ നന്നായിട്ട് പുരട്ടിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും മിനിമം ഒന്ന് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കനിലേക്ക് ഈ മസാലയൊക്കെ ഇറങ്ങിയിട്ട് നല്ല ഫ്ലേവർ ആയിരിക്കും. ഇങ്ങനെ മസാല പുരട്ടുമ്പോൾ ഒരുപാട് ലൂസായി പോകാതിരിക്കാണ്ട് ശ്രദ്ധിക്കുക. ചിക്കനിലേക്ക് നന്നായിട്ട് കോട്ടാകുന്ന രീതിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ചെറിയൊരു ചീനിച്ചട്ടിയിൽ കുറച്ച് റിഫൈൻഡ് ഓയിൽ നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഈ റെസിപ്പിയിൽ നമ്മൾ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് കുറച്ച് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതിയെങ്കിൽ വളരെ കുറച്ച് എണ്ണയിൽ തിരിച്ചു മറിച്ചു വിട്ടത് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല കൂടിയ ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നന്നായിട്ട് ചിക്കൻ വേവിക്കണം. മുക്കാൽ പരുവം വേവിൽ ഫ്രൈ ചെയ്തെടുക്കരുത്. നന്നായിട്ട് തന്നെ ക്രിസ്പി ആയിട്ട് വേവിച്ചിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പുറമേയുള്ള കോട്ടിംഗ് എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമ്മളെല്ലാം പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളും വറുത്തൊന്ന് കോരുക. ഒരുപാട് കുത്തി നിറച്ചിട്ട് ഇത് ഫ്രൈ ചെയ്യാനിടരുത്. കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് നമ്മളെല്ലാം ഇപ്പം എടുത്തിട്ടുണ്ട്. നമ്മൾ ആ ചിക്കൻ വറുത്ത ഓയിലിൽ തന്നെ ഒരു 1/4 കപ്പ് വെളുത്തുള്ളി വളരെ പൊടിയായിട്ട് അരിഞ്ഞതോ അല്ലാന്നുണ്ടെങ്കിൽ ചതച്ചതോ ചേർക്കാം. അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു 4-5 പച്ചമുളക് കീറിയതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞതും പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ടും കൂടെ അരിഞ്ഞതുമാണ്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തീ നല്ല കൂട്ടിയിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ ഇടേണ്ടത്. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ സോയ സോസ് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്തു. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ചില്ലി സോസ് അല്ല ഇന്ന് ചേർക്കുന്നത്. നമ്മളിന്ന് ടെരിയാക്കി സോസ് അല്ലാന്നുണ്ടെങ്കിൽ ഓയിസ്റ്റർ സോസ് ഏത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ അത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ സോസ് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ക്യാപ്സിക്കമാണ് ചേർക്കുന്നത്. പല കളറിലുള്ള ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞത് ഒന്ന് ചേർത്തു. തീ ഇപ്പോഴും കൂട്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ചില്ലി ചിക്കൻ ആയാലും ഗാർലിക് ചിക്കൻ ആയാലും നമ്മൾ ഈ ചേർക്കുന്ന ക്യാപ്സിക്കം ഒരുപാടങ്ങ് വെന്ത് പോകരുത്. ചെറുതായിട്ടൊരു ഒന്ന് സോട്ട് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗറാണ് ചേർക്കുന്നത്. നമ്മളൊരു 1/2 കപ്പ് വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ട് നന്നായിട്ട് കലക്കിയിട്ട് ഇതിലേക്ക് ചേർക്കാം. നല്ലൊരു കൊഴുത്തൊരു ഗ്രേവി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു ഗ്രേവിയിലേക്ക് വേണം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തീ കൂട്ടിയിട്ടിട്ട് തിളപ്പിച്ചെടുക്കാം. നമ്മൾ കോൺഫ്ലോർ സോസിൽ ഇങ്ങനെ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായിട്ട് ചിക്കൻ കിട്ടും. അതുപോലെ ഇത് ഒരുപാട് ലൂസൊന്നും ആവില്ല, ഡ്രൈ ആയിട്ട് നമുക്ക് എടുക്കാനും പറ്റും. അപ്പോൾ തീ ഒന്ന് കൂട്ടിയിട്ടതിന് ശേഷം ഉപ്പൊക്കെ നോക്കിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അവസാനം ടേസ്റ്റ് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗാർലിക് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏറ്റവും അവസാനം നമ്മളിതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ ആ ഒരു പച്ച ഭാഗം അരിഞ്ഞതാണ് ചേർക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗാർലിക് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്